ഈ സിനിമ ആഹ്, ആഹ്, ഒരു 15 ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഒരു 4-5 മാസത്തെ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും 15 ദിവസം ഷൂട്ട് ചെയ്ത് പിന്നെ ബ്രേക്ക് എടുത്ത് അങ്ങനെ അങ്ങനെയും ഈ സിനിമ ചെയ്യാം. ആ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിൽ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചറിൽ നമ്മൾ കുറച്ചുകൂടെ വേറെ തരത്തിലുള്ള ഒരു പാറ്റേണിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള രീതിയിലോ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ വേണമെങ്കിൽ വേറെ തരത്തിൽ ചെയ്യാം. പക്ഷേ സിനിമ എന്ന് പറയുന്നത് വളരെ പർട്ടിക്കുലർ ആണല്ലോ. ആ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ പർട്ടിക്കുലർ ആണ്. ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള മൊഡ്യൂൾ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഇങ്ങനെയാണ്. ഇതിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഒരു കഥ പറയാൻ പറ്റുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മളുടെ മുന്നിലുള്ള ഒരു ഏഹ്, കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഒരു 25 ഡേയ്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട ഒരു സംഭവം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് ചലഞ്ച്. ആ രീതിയിലത് നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ആ ഈ പറയുന്ന ഷൂട്ടിൻ്റെ ആ ദിവസം മുതൽ ആഹ്, അതിൻ്റെ എൻഡ് വരെയും നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. വളരെ എനിക്കതിൻ്റെ തലേദിവസം ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഒബ്വിയസ്ലി എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനോ അല്ലെങ്കിൽ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെ സെറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള ഉം, ആദ്യത്തെ ദിവസത്തിനെ സംബന്ധിച്ച്. പക്ഷെ ആ ഒരു ദിവസം ആ രാവിലെ ചെന്ന് ഷൂട്ട് നമ്മൾ ഫസ്റ്റ് ടേക്ക് എടുക്കുന്നത് തൊട്ട് പിന്നെ ഭയങ്കര രസമായിട്ടാണ് അത് മുന്നോട്ട് പോയത്. പിന്നെ ദിവസങ്ങൾ കഴിയുന്നതും ഒന്നും അതിനൊന്നും ബാധിച്ചിട്ടേ ഇല്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഒരു ഓരോ ദിവസത്തെയും ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ പല പല ഗെറ്റപ്പുകൾ മാറണം. ഈ ഈ പ്രോപ്പർട്ടീസിൻ്റെ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ് ഈ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ. നമ്മൾ വീട് അല്ലെങ്കിൽ ഓരോ ഓരോ മേഖലയിലുള്ള കാര്യങ്ങൾ കഥ പറയുന്ന. ഇതെല്ലാം ചേഞ്ചസ് വരുത്തണം. അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യണം. ഈ സിനിമയുടെ മൊത്തം സ്കെഡ്യൂളിനെ അത് ആ രീതിയിൽ ഭയങ്കരമായിട്ട് സ്കെഡ്യൂൾ ചെയ്യേണ്ടി വന്ന ഒരു സിനിമയാണ്. അതാണ് ഇതിനകത്ത് ഇവർ ഡയറക്ഷൻ ടീമിലൊക്കെ ഉള്ള ചീഫ് അസോസിയേറ്റ് ഉൾപ്പെടെ ശ്രീഹരി എന്ന് പറഞ്ഞ അതുപോലെ അരുണൊക്കെ ഇവർ കുറേ പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും അതിന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഓരോ ദിവസവും ഇതിൻ്റെ കാലഘട്ടങ്ങൾ മാറ്റി ചിലപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി ഡേറ്റിനനുസരിച്ചൊക്കെ ചേഞ്ചസ് വരുന്നത്. പിന്നെ പാലക്കാട് ഷൂട്ടിൽ തന്നെ ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റുകളുണ്ടായിരുന്നു. ഓരോ സീൻസും മാറി, 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 മാറി സ്ഥലങ്ങൾ മാറി. ഇത് മുഴുവൻ ഇത് ഇതിൻ്റെ ഒരു വലിയ പണിയാണിത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ ടീം മൊത്തത്തിൽ നന്നായിട്ടത് പോയിട്ടുണ്ട്. അടുപ്പിച്ചു തന്നെ പറയാല്ലേ. ഭയങ്കര ചലഞ്ച് എന്നുള്ള വാക്കാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ചലഞ്ചും ചലഞ്ചിങ് ആണ്. ത്രില്ലും എല്ലാം കൂടെ ഒരുമിച്ചൊരു പിന്നെ അത് ആ രീതിയില് പിന്നെ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ തന്നെ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്തിട്ടുണ്ട്.